ഹായ് മകളെ, 9ാം ക്ലാസ്സിലെത്തി. പക്ഷേ ഇപ്പോഴും 8ാമത്തെ ചാപ്റ്റർ അറിയില്ല എന്ന് പറയുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കുഞ്ഞു വീഡിയോയിലുണ്ട് ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളും. പല കുട്ടികൾക്കും ടഫാകുന്ന പല ചോദ്യങ്ങളും ഞാൻ ഈ പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് ഫീൽ ചെയ്തത് എന്ന് ഒരു കാരണവശാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നിങ്ങളൊരു സർക്കിൾ കാണുന്നുണ്ടല്ലേ, അഥവാ ഒരു വൃത്തം. ആ വൃത്തത്തിൻ്റെ യെല്ലോ കളർ നിങ്ങൾ കണ്ടോ? അതാണ് ശരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ സർക്കിളിൻ്റെ ചുറ്റുമായിട്ട് ഒരു വളയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നീല കളറിൽ നിങ്ങൾക്കൊരു സർക്കിളിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ചാപ്റ്ററിൽ ആകെ 2 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ: ഏരിയ കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനും, അഥവാ പരപ്പളവും ചുറ്റളവും കാണുക. 2 ഇക്വേഷൻ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആക്കണം ഈ കാണുന്ന πr² എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിൽ പൈൻ്റെ വാല്യൂ 3.14 ആണ്. ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് അഥവാ ആരമാണ്. എന്നാൽ ചുറ്റളവ് കണ്ടുപിടിക്കാനാണെങ്കിലോ 2πr അഥവാ 2 × π എന്ന് പറഞ്ഞാൽ 3.14 × r റേഡിയസ് ആണ്. നിങ്ങൾക്കറിയാം 2 × r എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ dπ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാൻ 2 ഇക്വേഷനുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം: 2πr ഓർ d × π. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് കാണാൻ പറ്റും 3 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? π × r², ദാറ്റ് ഈസ് π × 3². അതായത് π × 9, ദാറ്റ് ഈസ് 9π cm². അതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. നിങ്ങൾക്ക് നിർബന്ധമുണ്ട് അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ പറയുകയാണ് പൈൻ്റെ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3.14 × 9 എന്ന് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം എത്രയാണെന്ന് നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഇനി ഇതേ സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനാണ് ചോദിച്ചതെങ്കിലോ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ റേഡിയസ് വെച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാം. 2 × π × 3, ദാറ്റ് ഈസ് 6 × π സെൻറ്റിമീറ്റർ. അവിടെ സ്ക്വയർ ഇടേണ്ട ആവശ്യമില്ല, കാരണം യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്. മീറ്ററിലാണെങ്കിൽ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇതേ ഉത്തരം തന്നെ മറ്റൊരു ഇക്വേഷൻ അഥവാ d × π വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം ഈ കാണുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. സോ 6 × π എന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ പലപ്പോഴായിട്ടും ഒരു കുട്ടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാർ ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, പക്ഷേ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അവിടേക്കാണ് ഞാൻ മറ്റൊരു കിടിലൻ എക്സാമ്പിളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു എക്സാമ്പിളാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിലുണ്ട് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട ഐഡിയകളും എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ പറ്റും. ഒരു സ്ക്വയർ അഥവാ സമചതുരം, അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് എല്ലാ ഭാഗത്തും തൊട്ടുകൊണ്ട് ഒരു സർക്കിൾ, ഒരു വൃത്തം കാണാൻ പറ്റും. ആ സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ട് ഒരു 4 കോർണറുകളിലായിട്ട് നിങ്ങൾക്ക് യെല്ലോ ഷെയ്ഡ് കാണാൻ പറ്റും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആ കാണുന്ന യെല്ലോ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എത്ര എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിച്ചത് ആകെ 2 ഇക്വേഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാം? പ്രിയപ്പെട്ട മക്കളെ, ആദ്യം തന്നെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അതിൽ ഏറ്റവും വലിയ ഫിഗർ ആയിട്ടുള്ള സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് ആ സർക്കിൾ ഉള്ളത്. അതുകൊണ്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആ സർക്കിൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? യെസ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആ ഉത്തരം കിട്ടും. ആ യെല്ലോ ഷെയ്ഡ് ചെയ്ത ഭാഗം അവിടെ തന്നെ ബാക്കിയുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഐഡിയ. ഏത് ചോദ്യം വന്നാലും ഏറ്റവും വലിയ ഷേപ്പിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഷേപ്പ് കുറയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കോർണറുകളിൽ ബാക്കിയുള്ള ചിത്രങ്ങളുടെ ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏരിയ ഓഫ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ അഥവാ സമചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്നും ആ വൃത്തത്തിൻ്റെ പരപ്പളവ് സബ്സ്ട്രാക്ട് ചെയ്യുക അഥവാ കുറച്ചാൽ നമുക്ക് ആൻസർ ആണ്. സോ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ എഴുതി വെച്ച r ആണ്. അതിനെ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് നീട്ടിയാൽ അത് ഡയമീറ്റർ അഥവാ വ്യാസമായി. അതുകൊണ്ട് ഞാൻ അതിനെ 2r എന്ന് വിളിക്കുന്നു. ഡയമീറ്ററിനെ 2r എന്ന് വിളിക്കുന്നു. ആ സെയിം 2r തന്നെയാണ് ആ കാണുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. സോ ആ കാണുന്ന സമചതുരത്തിൻ്റെ ഒരു വശം 2r ആണ്. സോ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് അഥവാ വശം ഇൻറ്റു വശം. എന്ത് കിട്ടും? 2r × 2r, ദാറ്റ് ഈസ് ഈക്വൽ ടു 4r² ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടി. ഏറ്റവും വലിയ ഷേപ്പിൻ്റെ ഏരിയ എത്രയാണ്? 4r² ആണ്. എങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? പ്രിയപ്പെട്ട മക്കളെ, അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. സോ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 4r² മൈനസ് πr². രണ്ടിലും r² കോമൺ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. r² × 4 - π ഈസ് ദ റൈറ്റ് ആൻസർ. അത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്.
നിങ്ങൾക്ക് ഇതേ ചോദ്യം തന്നെ ഏതെങ്കിലും അളവുകൾ തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 6ൻ്റെ സ്ഥാനത്ത് 3 ആണ് എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 3² × 4 - 5 അഥവാ 3² × 4 - 3.14 ആ കിട്ടുന്ന ഉത്തരം എത്രയാണോ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇത് എല്ലാ ടൈപ്പ് ചോദ്യത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ഹെക്സഗൺ അല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. സോ നമ്മൾ എങ്ങനെ ആൻസർ കണ്ടെത്തും? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സെയിം ഐഡിയ തന്നെയാണ്. ആ ഹെക്സഗൻ്റെ ഏരിയ മൈനസ് സർക്കിളിൻ്റെ ഏരിയ, അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി പാർട്ട് കിട്ടും. ഇതുപോലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും മക്കളെ. ഇതുപോലെ എല്ലാ ചോദ്യങ്ങളുടെയും, അതായത് നിങ്ങൾ ഇതുവരെ കാണാത്ത പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾ ലൈവ് മിസ്സാക്കരുത്. താഴെ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ അത് പിൻ ചെയ്ത് വെക്കാം. ഇനിയല്ല എങ്കിൽ സൈലം ക്ലാസ് 9 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുക്കുക. അതിൽ നിങ്ങൾക്ക് സർക്കിൾ മെഷേഴ്സ് അഥവാ വൃത്തങ്ങളുടെ അളവുകളുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ്റെ ഒരു ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലൈവിൽ നിങ്ങൾ പോയി കാണുക, വ്യത്യസ്തമായുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുക, അങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.